ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു എസ് കെ കേളി വേൾഡ്. അപ്പോൾ ഞാൻ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്ളോഗിങ് വീഡിയോ അല്ല ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് തവണ എനിക്കുണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പലതവണ ഷെയർ ചെയ്യണമെന്ന് കരുതി മാറ്റി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനും കാരണമുണ്ട്. ഇന്നും അതിന് തരത്തിലുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പറയാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ പറയാൻ വന്ന കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനു മുമ്പ് വേറൊരു വീഡിയോ, ഷിനോർ മാത്യുയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ സെയിം കാര്യമൊക്കെ തന്നെയാണ് ഞാനും പറയാൻ പോകുന്നത്. അതായത് ഏഷ്യൻസിന് ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരു വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ കറി സ്മെല്ലിനെ പറ്റിയിട്ടുള്ള. അപ്പോൾ ആ സെയിം സംഭവം വേറൊരു രീതിയിൽ എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാനൊരു തവണ ഞാൻ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഒരു ഫുഡിയാണ്. എനിക്കിഷ്ടമുള്ള ഭക്ഷണം എവിടെയെങ്കിലും കണ്ടാൽ അവിടെ പോയി കഴിക്കുക, പുതിയത് ട്രൈ ചെയ്യുക. UK ഓൾമോസ്റ്റ് അത്യാവശ്യം റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു തവണയല്ല പല തവണയായിട്ട് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കിവിടെ ഷെയർ ചെയ്യണം തോന്നി. അതിൽ അത്യാവശ്യം ബ്രാൻഡായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതായിരുന്നു ആദ്യത്തെ അനുഭവം. ഇത് ഒരു തവണയല്ല പല തവണയായിട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ക്യൂവിൽ നിൽക്കുവാണ്. UK ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മൾ ടേബിൾ ബുക്ക് ചെയ്തിട്ട് ചെല്ലുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഡൈനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും. ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൊരു ഹോസ്റ്റ് ഉറപ്പായിട്ടുണ്ടാവും. ആ ഹോസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് ആ ക്യൂവിൽ നമ്മൾ മാനേഴ്സ് കീപ്പ് ചെയ്ത് ക്യൂ നിന്നതിന് ശേഷം പുള്ളി നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ചെന്ന് ടേബിൾ ഫ്രീ ആകുമ്പം അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പം ഫസ്റ്റ് വന്ന സമയങ്ങളിൽ നമുക്കത് അറിയണമെന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഇതായിരുന്നില്ല. സോറി ഗൈസ്, അപ്പോൾ ഒരു ചെറിയൊരു വോയിസ് ഇടയ്ക്ക് കയറി വന്നുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, ഞാനിതുപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ, അത്യാവശ്യം പേര് കേട്ട ഒരു റെസ്റ്റോറൻറ്റിൽ ക്യൂ നിന്ന് ഫ്രണ്ടിലെ ഹോസ്റ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു മലയാളി കുടുംബമാണ് ശരിക്കും പറഞ്ഞാൽ. അവരച്ഛനമ്മയൊക്കെ പുറത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ഫാമിലി വന്നിട്ട് നമ്മൾ ഒരുപാട് പേര് വലിയൊരു ക്യൂവിലാണ്. അവരതൊന്നും നോക്കിയിട്ടില്ല. ചിലപ്പോൾ അവർക്ക് അറിയാത്തതായിരിക്കാം. ഇതിപ്പം ആദ്യമായിട്ടൊന്നല്ല, ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ചിലവർ അറിഞ്ഞുകൊണ്ട് കയറി ചെല്ലുന്നവരും ഉണ്ട്, ചിലവർ അറിയാതെ പറ്റിപ്പോകുന്നവരും ഉണ്ട്. ചിലപ്പോൾ അവർക്ക് അറിയാതെ പറ്റിയതായിരിക്കും. അവർ ചിലപ്പോൾ ക്യൂ ഒബ്സർവ് ചെയ്യാതെ നേരെ കയറി അവിടെ ഒരു ടേബിൾ ഫ്രീ ആയപ്പോൾ അവിടെ കയറിയിരുന്നതിന് ശേഷം മുമ്പിൽ നിൽക്കുന്ന ഹോസ്റ്റും സെർവറും ഒന്ന് തിരിഞ്ഞു നോക്കിയതിന് ശേഷം അവരൊരു വേർഡ് പറഞ്ഞു. ആ വേർഡായിരുന്നു ഫക്കിംഗ് ഏഷ്യൻസ്. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ തംബ്നെയിലിൽ അത് എഴുതിയിരിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. അത് പറഞ്ഞതിന് ശേഷം ഈ ഹോസ്റ്റ് പോയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അവരവിടെ അവിടെ നിന്ന് എടുത്ത് വെളിയിലോട്ട് മാറ്റി, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്യൂവിൽ നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും മലയാളികൾ ചെറിയൊരു അപമാനം വന്നാൽ പോലും നമ്മളെന്താ ചെയ്യുക, ആ ക്യൂവിലൊന്നും നിൽക്കാതെ നമുക്ക് ഇവിടുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞ് പോകാറാണല്ലോ. അവരത് തന്നെയാണ് ചെയ്തത്. ഇതിപ്പം നമ്മൾ മലയാളികൾ മാത്രമൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്, ഒരുപാട് പേരുണ്ട്. ഇപ്പം വേറൊരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നോർത്ത് ഇന്ത്യക്കാരൻ പുള്ളി വന്നിട്ട് വേറൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ സെർവ് ചെയ്യാൻ വന്ന വെയിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു, എനിക്ക് തോന്നുന്നു ഒരു കോഫിയോ തോന്നുന്നു, ചെറുതായിട്ടൊന്ന് ഡ്രോപ്പായിട്ട് പുള്ളിയുടെ ഷൂന് വീണ സമയത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, നിൻ്റെ ഈ ഒരു ഷൂ, അതായത് പുള്ളി ഇട്ടിരിക്കുന്ന ഒരു ഷൂ എന്ന് പറയുന്നതിന് ഇത്ര റേറ്റ് വരും. അത്രയും റേറ്റ്, എന്താ പറയുക, നിൻ്റെ ഒരു 2 ആഴ്ചത്തെ ശമ്പളം കൂടിയാൽ പോലും ആ ഷൂവിൻ്റെ റേറ്റ് ആകില്ല എന്ന് തിരിച്ചവരോട് പറഞ്ഞു. ഈ പറയുന്ന നോർത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളാണ് തിരിച്ചു പറയുന്നതും വേറൊരു ഏഷ്യൻ ആയിട്ടുള്ള ഒരു സെർവറിനോടാണ്. പക്ഷേ ഇവിടെയൊക്കെ വരുന്നൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഒരാളുടെ, അല്ലെങ്കിൽ നമ്മളൊരു മൊത്തം ഇന്ത്യയുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലേ, നമുക്ക് ഒരാൾക്ക് മാത്രമല്ലല്ലോ അവിടെ പ്രശ്നം പറ്റുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മൾ ഇതേപോലെ ക്യൂ നിന്ന് ചിലപ്പോൾ വൈറ്റ്സാണത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് വലിയൊരു പ്രശ്നമാക്കി അവർ കാണുന്നില്ല. പക്ഷെ നമ്മളെ പോലുള്ള ചില കളറിൻ്റെ വേരിയേഷൻസ് ഉണ്ടല്ലോ, അങ്ങനെ വരുന്ന സമയത്ത് അവരത് റിയാക്ട് ചെയ്യും.
എന്താ പറയുക, അവർ ചിലപ്പോൾ പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ അറിയില്ല, ഓൾമോസ്റ്റ് ബ്രിട്ടീഷുകാർക്കൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ കളറിനോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചിലപ്പോൾ ഒരു വൈറ്റ് ആയിരുന്നു അത് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ അവരത്രയും റിയാക്ട് ചെയ്യില്ല. അവർ ചിലപ്പോൾ ആ വൈറ്റ്സും അതുപോലെ തിരിച്ചും റിയാക്ട് സോറിയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു മാനേഴ്സ് കാണിച്ച് അവരും ചിലപ്പോൾ പോയി നിന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. ബട്ട് മോസ്റ്റ്ലി അവരത് ചെയ്യില്ല. എന്നാലും ഇത് ഞാനിവിടെ പറയണമെന്ന് വെച്ചാൽ നമ്മൾ മൊത്തം ആൾക്കാരെയും കുറ്റമായിട്ട് പറയുന്നില്ല. ചിലപ്പോൾ ഒരാൾ ചെയ്യുന്ന അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവും. അറിഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞ പോലെ ചിലവർ ഇവർ പൊക്കോട്ടെ, എന്താ എനിക്ക് കയറി ചെന്നാൽ എന്താ സംഭവിക്കാൻ പോകുക എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പോൾ ഈ 2 ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം മൊത്തത്തിൽ ഞാൻ പറയുന്നത് ഇന്ത്യക്കാരെ മാത്രമൊന്നുമല്ല കേട്ടോ. ഏഷ്യൻസ് എന്ന് പറയുമ്പം എല്ലാവരും പെടും, പാകിസ്ഥാൻ അടക്കം പെടും ഇതിൻ്റെ അകത്ത്. അവരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരും ഉണ്ട്. ചിലവർ അറിവില്ലായ്മ വേണ്ടി ചിലപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ അച്ഛനമ്മേനൊക്കെ കൊണ്ടുവന്നു, അവർ ചിലപ്പോൾ ഒന്ന് ചുമ്മാ ഒരു ദിവസം വെളിയിൽ പോവുകയാണ്. അവർക്ക് ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല, എന്താണ് അവിടെ പോയിട്ട് എന്താ ചെയ്യണമെന്നൊന്നും അറിയത്തില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ നാട്ടിലൊരു റെസ്റ്റോറൻറ്റ് ഒരു ടേബിൾ ഫ്രീ ആയിട്ടുണ്ട്, നമ്മൾ പോയി ഇരിക്കത്തില്ലേ, അതൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അടിച്ചമർത്തി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഒരാൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ തെറ്റുകളോ കാരണം മൊത്തം ഏഷ്യൻസിനും ഒരു ചീത്തപ്പേരായിട്ടാണ് വരുന്നത്. അത് അറിവില്ലായ്മ ചെയ്യുന്നവരാണെങ്കിൽ പറ്റെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയണമെന്ന് തോന്നി. ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലവർക്ക് ഇഷ്ടമായിട്ട് തോന്നില്ല, ചിലപ്പോൾ ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് തോന്നാം. സെയിം കാര്യം തന്നെ ഷിനോദ് മാത്യു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ജാക്കറ്റൊക്കെ നമ്മൾ ചിലപ്പോൾ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ കറി വെച്ചിട്ട് അത് ഈ ജാക്കറ്റ് അടുക്കളയിൽ വെച്ചുകൊണ്ടിരുന്നിട്ടായിരിക്കും ചിലപ്പോൾ കറി വെക്കുന്നത്. അപ്പോൾ ഇതേ സ്മെല്ലോടെ നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ ആ സ്മെല്ലാണ് ചിലപ്പോൾ അവിടെയൊക്കെ സ്പ്രെഡ് ആവുന്നത്. നമുക്കത് അറിയണമെന്നില്ല. പക്ഷെ പുറത്ത് ചെല്ലുമ്പോഴേ അവർ ഈ സ്മെല്ലോടൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചിലവർക്ക് ഓക്കെ ആയിരിക്കാം, മാറ്റണമെന്ന് തോന്നുന്നവരുണ്ടാകാം, ചിലവർക്കത് മാറണമെന്നുണ്ടാകില്ല. ഇതൊക്കെ മതി എന്നുള്ളൊരു തോട്ടായിരിക്കാം. പക്ഷേ എന്നാലും ഇത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഈ ജനറേഷൻ അല്ലെങ്കിലും അടുത്ത ജനറേഷനെങ്കിലും ആ ഒരു കുറച്ച് മാനേഴ്സ് നമ്മുടെ ആൾക്കാർ പഠിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് നമ്മളോടുള്ളൊരു അപ്രോച്ച് അതൊന്ന് മാറിക്കിട്ടും. ഈ ഒരു ഞാൻ നേരത്തെ എൻ്റെ തമ്മനയിൽ എഴുതിയതുപോലെ തന്നെ F Asians എന്നുള്ളത് മാറിക്കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ എവരിവൺ. ബൈ.